ഗായ്സ്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ജിറാഫിൻ്റെ കാറ് സ്റ്റീൽ ചെയ്തെന്ന് പറഞ്ഞ് ആ ജിറാഫ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത്. അങ്ങനെ പോലീസ് എന്നെ കുറേ ദിവസം ജയിലിൽ പിടിച്ച് പൂട്ടി. പിന്നെ ഇന്നാണ് ഞാൻ വെളിയിൽ ഇറങ്ങുന്നത്, അതായത് ഇന്നാണ് ഞാൻ കുളിക്കുന്നത് തന്നെ. അങ്ങനെ ഇന്ന് ആ കാറും പോയി പോലീസുകാരൻ കുറേ തല്ലും കിട്ടി. ആകെ കൂടി ഒരു നരകം. അപ്പോഴാണ് എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നത്. ആ മെസ്സേജ് എനിക്ക് സത്യമാണെന്നൊന്നും അറിയുന്നില്ല. എന്തായാലും നോക്കും ഞാൻ പോയി. അതായത് ജുറാസിക് പാർക്കിൻ്റെ അവിടെ ഒരു 3 കുറച്ച് ഡൈനോസറസിൻ്റെ മുട്ട കളക്ട് ചെയ്താൽ എനിക്ക് എന്തോ ഒരു റിവാർഡ് കിട്ടും. അതും എയർപോർട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. അത് അവർ വേറൊരു മെസ്സേജും കൂടെ പറഞ്ഞിരുന്നു, രാവിലെ പോകരുത്, രാത്രി പോകണം. രാവിലെ പോയി ഒരു പക്ഷെ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ രാത്രിയാവുമ്പോൾ ഒന്ന് പോകാൻ വിചാരിച്ച്. ഞാൻ രാത്രിയാക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ജുറാസിക് പാർക്കിലോട്ട് പോകാം. അവിടെ ഇപ്പോഴും ഡൈനോസർ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ പോയിട്ടൊരുമില്ല. പക്ഷെ വഴിയൊക്കെ എനിക്ക് ഏകദേശം അറിയാം. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് വരും. ഷോർട്ട് കട്ട് വഴി പോകാനായിരിക്കും നല്ലത്. ഈ വഴി പോയി ഷോർട്ട് കട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ കൂടെ പോയി ഇവിടെ ഇതെന്താ? ഭാഗ്യത്തിൽ അവിടെ ക്യാമറ ഇല്ല. ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ 2000 പെറ്റി വീഴുന്നില്ല. അതേതാ കാട് അവിടെ അതായിരിക്കും ജുറാസിക് പാർക്ക് എന്ന് തോന്നുന്നു. എന്ത് റിവാർഡായിരിക്കും? ഇതെല്ലാം പറ്റിപ്പ് കേസാണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ രാവിലെ വന്നുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ രാവിലെ പോലീസുകൾ കാണും. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തും കൂടെ ജുറാസിക് പാർക്ക്. അപ്പം പിന്നെ പറയണ്ടല്ലോ, കുറേ പോലീസുണ്ട്. എനിക്ക് പേടിയുണ്ട് ചെറിയ. എന്നാലും ഒരു നല്ലൊരു കാറില്ലെന്നൊക്കെ വെച്ചാൽ ഒരു സൈക്കിൾ ബിസിനസ്സൊക്കെ നടത്തിയതില്ലേ, ഒരു കാറില്ലെന്നൊക്കെ വെച്ചാൽ മോശമാണ്. കാറായിരിക്കും കിട്ടാൻ പോകുന്നത്. കാരണം വേറെ എന്തൊരു ഗിഫ്റ്റ് കിട്ടാനാ? ഇവിടെ ഞാൻ കുറേ നേരമായിട്ട് അന്വേഷിക്കുന്നു. ഇവിടെ ഒരു ഡൈനോസറിനെ പോലും ഇല്ല. ഇവിടെ ഒരു മുട്ടയില്ലല്ലോ. ഈ ഡൈനോസർ എന്നെ കണ്ട മുട്ടയും കൊണ്ട് ഓടിയ. അയ്യോ അയ്യോ അയ്യോ, ആ ഡൈനോസറിനെ കൊല്ലാൻ വരുന്നതാണോ? അയ്യോ, ഇവിടെ ഒരു മുട്ടയുണ്ട്. എന്നെ കൊല്ലാൻ വരുമോ? ഇല്ല, അതെന്നെ കൊല്ലില്ല. നോക്കാം. അയ്യോ, അത് ചത്തുപോയി ഗായ്സ്, ഗായ്സ്. അയ്യോ, ഡൈനോസറേ, അമ്മേ, അതിൻ്റെ സൈസ്, എൻ്റെ അമ്മേ, എന്തൊരു വലിയ ഡൈനോസറാ. അമ്പോ, ഇങ്ങനത്തെ ഡൈനോസർക്ക് അതോടെ മാഞ്ഞുപോയി ഗൈസ്, അതിനെ കാണാനില്ല. ആകൊണ്ടായിരുന്നു ഡൈനോസറായിരുന്നു, അതും പോയി. ഇനിയിപ്പം മുട്ടയൊന്നും അതെന്താ ദൂരെ? ഇവിടെ വേറെ ഡൈനോസറൊന്നും ഇല്ലല്ലോ. ഇതെന്താ? ഡൈനോസറിൻ്റെ മുട്ടയാണ്. ഇവിടെ എവിടെയെങ്കിലും ഡൈനോസർ വല്ലതുണ്ടോ? യെസ് 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 ലാ 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 ലാ. യെസ് ഗായ്സ്, അങ്ങനെ എനിക്ക് ഡൈനോസറിൻ്റെ മുട്ട കിട്ടി. ഇത്രയും നേരം അന്വേഷിച്ച് ഇപ്പോഴാണ് ആ ഡൈനോസറിൻ്റെ മുട്ട കിട്ടുന്നത്. ഇതൊക്കെ കളക്ട് ചെയ്ത് അവർ പറഞ്ഞ സ്ഥലത്ത് നാളെ കൊണ്ടുപോകാം.
ഇന്ന് രാത്രി ഞാൻ വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ട് നാളെ കൊണ്ടുപോകും. ഞാൻ രാത്രി അവിടെ വല്ല പോലീസ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പെടും. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ മുട്ടയൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ലൈക്ക് അടിക്കാത്തവർ അടിക്കണമേ പ്ലീസ്. എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ലൈക്സ് ഒന്നും കിട്ടുന്നില്ല. എനിക്ക് വല്ല മിസ്റ്റേക്ക് വല്ല സംഭവിക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്ക് ഈ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ. ഇത് ഡോർ എവിടെ? ഇതെന്താ ലൂപ്പായേനെ ഗായ്സിൻ്റെ ഇതെന്താടാ സംഭവിക്കുന്നത് ഇവിടെ? ഇതെന്തിവിടെ? ഓ അവിടുത്തെ ഭാഗത്തിൽ പൊട്ടിയിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടുത്തെ ഡോർ അവിടെ പോയി. അത് പൊട്ടിയിരുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. താണ്ട അവിടുത്തെ ഡോറ്. ഇതെന്ത് മറിമായോ? മുട്ട കിട്ടി. ഇനി വേറൊന്നും നോക്കണ്ട, അങ്ങ് വണ്ടി പറപ്പിച്ചു വിടാം. ഈ ബൈക്കിലുള്ള ആൾക്കാർക്ക് സംശയം തോന്നാതിരുന്നാൽ മതി. അവിടെ ആരൊക്കെ നിൽക്കുന്നു. എനിക്കാണെങ്കിൽ പേടിയായിട്ടും വയ്യ. ഈ പണിക്കൊക്കെ പോകാൻ തന്നെ ഞാൻ മടിച്ചാണ്ടിരുന്നു. എൻ്റെ മനസ്സാണ് പറഞ്ഞത്. അവിടെയൊക്കെ ആൾക്കാരൊക്കെ നിൽക്കുന്നു. ഭാഗത്തിന് രാത്രി ആയതുകൊണ്ട് ആരുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ പെട്ടേന. ഇവിടെ ആരുമില്ലല്ലോ. ഇല്ല. തുറക്കോ? നില്ലടാ. അയ്യോ തുറക്കോ? അതാരാ? അങ്ങേര ഇന്നെ എടോ താൻ എന്നെ താൻ കാരണം ഇതിൻ്റെ തല. എടോ തന്നെ ഞാന്ന് ശരിയാക്കൂടോ. എടോ നീ ഓരടോ. ഞാൻ ആരായാലും നിനക്കെന്താടാ? എടോ എന്തോടാ ബാഗിൻ്റെ അകത്ത്? പറയടാ. ഈ ബാഗിൻ്റെ അകത്ത് എന്ത്? എടോ പറയാൻ. താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നേ? എടാ നീ വല്ല സ്വർണവും വല്ല മോഷ്ടിച്ചാണോടാ വരുന്നത്? കള്ളനോ? എന്നെ കണ്ടിട്ട് കള്ളനെന്ന് വിളിക്കുന്നോടാ താൻ? തന്നെ ഇതിനെ ഇടിക്കുമല്ലേ? അയ്യോ എടോ ഞാനിത് പോലീസിൻ്റെ അടുത്ത് പറയാടാ. താൻ പോലീസിൻ്റെ അടുത്ത് പറയുമോ? അപ്പം പിന്നെ താൻ ജീവിച്ചിരിക്കണ്ട. അത്രയ്ക്കായോ? പോട വഴിയെന്ന്. ഇതിപ്പോൾ ആരെങ്കിലും കണ്ട പ്രശ്നവും. എൻ്റെ ബോഡി ഞാൻ ബോംബിട്ട് പൊട്ടിക്കുക. ആരെങ്കിലും കണ്ട പ്രശ്നവും. എൻ്റെ തലയ്ക്ക് നല്ല പരിക്ക് പറ്റി. ഗായ്സ്, എന്നെ അയാൾ സംശയം തോന്നി കാണുമോ? ഇനി എനിക്ക് ചെറിയ പേടിയുണ്ട്. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടുമല്ലോ. ഞാൻ ബോംബ് ആക്ടിവേറ്റ് ആക്കട്ടെ. ആക്ടിവേറ്റ് ആയില്ലേ? അത് പൊട്ടി. എൻ്റെ തലയ്ക്ക് നല്ല ഇഞ്ചറി പോയി. ആ മുട്ടയൊന്നും പൊട്ടാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ടൊന്ന് കിടന്ന് ഉറക്കട്ടെ. നല്ല ക്ഷീണമുണ്ട്, തലയ്ക്ക് നല്ല വേദനയുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങാം. നാളെ എന്തായാലും ഗിഫ്റ്റ് വല്ലതും കിട്ടുമല്ലോ അല്ലേ? ശരി, ചെറിയ പേടിയുണ്ട് ഗായ്സ്. കാരണം അയാളെന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ബന്ധുക്കളോ കുടുംബത്തിലുള്ള ആൾക്കാരെ തിരക്കി വന്നാലെന്നാണ് പേടി. എന്തെങ്കിലും ആവട്ടെ, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകുന്നു. ഗായ്സ്, രാവിലെയായി.
ഗൈസ്, ഞാൻ രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു. അതായത് ഇത് ഈ എഗ്സ് മാത്രം എവിടെ നമ്മുടെ ഇവിടെ കൊണ്ടുവയ്ക്കണം. എവിടെ? ഈ എയർപോർട്ടിൽ. ഈ ബാക്കിയുള്ളതൊക്കെ, അതായത് എനിക്ക് എൻ്റെ ഗിഫ്റ്റ് അവിടെ പോലീസ് സ്റ്റേഷനല്ല, സോറി, അവിടെ ഒരു പഴയൊരു ഹൗസ് ഉണ്ട്. അതിൻ്റെ ബാക്കിലാണ് എൻ്റെ ഗിഫ്റ്റ് എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ പോയി നോക്കാം പോകുന്നു. ഗായ്സ്, അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ എയർപോർട്ടിൻ്റെ അവിടെ സൂക്ഷിച്ച് കണ്ടും പോകണം. അല്ലെങ്കിൽ പോലീസ് ഉണ്ടെങ്കിൽ പണി പാളും. ഇവിടെ ആരെയും കാണാനില്ല. ഫ്ലൈറ്റൊക്കെ ഓട്ടിക്കാൻ പറ്റുമോ? എവിടെയാണ് കൊടുക്കണ്ടെന്ന് പറഞ്ഞത്? ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. അയ്യോ, അവിടെ ഒരു ഡോറ് കാണുന്നു. ഇവിടെ ആയിരിക്കും വെക്കേണ്ടത്. ഇവിടെ വച്ചിട്ട് വരാം. ഇതിൻ്റെ അകത്ത് പോയി നോക്കട്ടെ. ഗായ്സ്, അങ്ങനെ ഞാൻ എഗ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പഴയ ഹൗസ്, ആ പഴയ ഹൗസിൻ്റെ അങ്ങോട്ട് പോകാം. വല്ല ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ പോയി നോക്കിയിട്ട് വരാം. അയ്യോ, പണ്ടായിന്. ആ ഹൗസ്, അതവിടെ ഒരു മഞ്ഞ ഹൗസ് ഉണ്ട്. അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അയ്യോ, ഈ ട്രെയിലിൽ പിടിച്ച് ഞാൻ ഡെഡായേനെ ബ്രോ. ഇവിടെ ഗായ്സ്, വൗ, ഇത് കൊള്ളാല്. ഇതൊരു ഫോർച്യൂണറാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ട കളറില്, ബ്ലാക്ക് കളറ്. ഇത് കൊള്ളാലോ ഈ ഐറ്റം. ഞാൻ ആദ്യം വിചാരിച്ച ഫേക്ക് ആയിരിക്കുമെന്ന്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനി ഇതെടുത്തോട്ട് പോവാം. ഇതിൻ്റെ അകത്ത് കൂളായിട്ടുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് സൂപ്പറായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗം. എൻ്റെ സ്പ്ലെൻഡർ അവിടെ ഇരിക്കട്ടെ. അത് ഞാൻ ഒരിക്കലും കളയിലിരിക്കുക. എൻ്റെ ആദ്യത്തെ വാഹനമാണ് എൻ്റെ സ്പ്ലെൻഡർ. അതാരെടുക്കുകയാണ് ഈ പഴയ വണ്ടി സ്പ്ലെൻഡർ. അതുകൊണ്ട് ഞാൻ അതവിടെ വച്ചിട്ട് വരാം. ഈ ഫോർച്യൂണറും കൊണ്ട് ഞാൻ വീട്ടിൽ പോകാം. ഗായ്സ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഈ ഡോർ അടയുന്നില്ല. വരുന്ന വഴിക്ക് ഒരു അഴുക്ക ബൈക്കൊന്ന് ഒരുക്കിയിട്ട് അതടയെങ്ങനെങ്കിലും ഞാൻ അടച്ചിരിക്കും. ആകെ ക്ഷീണിച്ച്. ഡോർ അടയ്ക്കാം. ഓക്കെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും താഴെ കിടക്കുന്ന ബെൽ ബട്ടനും കൂടെ അമർത്തുക. പുതിയ വീഡിയോ ഇട്ടാൽ അപ്പം നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഗായ്സ്, എനിക്ക് ഇപ്പോൾ അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും കിട്ടുന്നില്ല. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഇന്ത്യൻ വീഡിയോ 3D ഇഷ്ടമായവർ കമൻറ്റ് ബോക്സിൽ ഒരു ബൈക്കിൻ്റെ ചിഹ്നം ഇടാം. എനിക്ക് ഇഷ്ടമുള്ളൊരു ബൈക്കിൻ്റെ ചിഹ്നം, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടിൻ്റെ ചിഹ്നം. ഓക്കെ, അപ്പം എല്ലാവർക്കും പീസ് ഔട്ട്.